ഇന്ന് നമുക്കൊരു മധുര പലഹാരം ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ക്യാരറ്റ് ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ക്യാരറ്റും കൊണ്ട് ഒരു മധുരമായാലോ? അപ്പം ക്യാരറ്റ് ഇവിടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇതുകൊണ്ട് എന്തോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഒന്നുമല്ല, നമ്മുടെ ക്യാരറ്റ് ഹൽവ തന്നെ, എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യാരറ്റ് ഹൽവ. അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇത്രയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയും കാഷ്യൂവും കൂടെ നെയ്ക്കകത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഷുഗർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം ഇഷ്ടമാനുസരിച്ച് ഷുഗർ ചേർക്കുക. ഇവിടെ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ കാണും, അത് അത്ര ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ 2 കപ്പ് പാൽ. ഓക്കെ, ഇത്രയും വെച്ച് ഇപ്പം പാൽപ്പൊടി ആണെങ്കിൽ പാൽപ്പൊടി വേണമെങ്കിലും ചേർക്കാം. 1 കപ്പ് പാൽ 1 കപ്പ് പാൽപ്പൊടി അങ്ങനെ ചേർക്കാം. 2 കപ്പ് പാലാണെങ്കിലും ചേർക്കാം. ഓക്കെ, ഇനി നമ്മളെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. അത് ചൂടായി കഴിയുന്നുണ്ടേ അതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് നെയ്ക്കകത്ത് നല്ലതായിട്ടൊന്ന് അതായി വെന്ത് വരണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നല്ലതായിട്ട് ക്യാരറ്റ് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നെയ്ക്കകത്തിട്ട് നമ്മൾ വഴറ്റി ചൂടായി. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര 1.5 കപ്പൊക്കെ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പം കുറച്ച് ടേബിൾ സ്പൂൺ മാത്രം 2-3 ടേബിൾ സ്പൂൺ മാത്രമാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര അങ്ങോട്ട് ഇളകി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഈ 2 കപ്പ് പാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പഞ്ചസാര ഈ പാലും നല്ലതായിട്ട് പറ്റി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്തുണ്ട്, ക്യാരറ്റൊക്കെ പാലെല്ലാം പറ്റി നല്ലതായിട്ട് കുറുകിയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്കയെല്ലാം ഇട്ട് നല്ലതായിട്ട് ഇളകി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിങ്ങയും കാഷ്യൂവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി, കണ്ടോ കളറൊക്കെ കണ്ടോ, നല്ല അടിപൊളി ക്യാരറ്റ് ഹൽവയാണ്. ഇത് വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് നമ്മുടെ വീട്ടിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചല്ലേ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്നെ കമൻറ്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.